വേദിയിലുള്ള പ്രിയപ്പെട്ട വീരാൻകുട്ടി മാഷ്, സെലീന, സീന, മറ്റ് അധ്യക്ഷൻ മുഹമ്മദ് പുറമേരി, PTA പ്രസിഡന്റ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, അഴകിയ രാവണൻ എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യമൊന്നും. അതുപോലെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഈ പോലീസുകാരൻ എന്ത് കാര്യമല്ലേ. ഞാൻ സാദിർ തലപ്പുഴ മാനന്തവാടിക്കാരനാണ്. ഈ എടച്ചേരി, നിങ്ങളുടെ നാടായ എടച്ചേരിയിൽ 4 മാസമായി വന്നിട്ട് പലപ്പോഴും എന്നെ കണ്ടിരിക്കാം. റോഡരികിൽ നിന്ന് വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്ന എന്നെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിരിക്കാം. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഞാൻ ഇവിടെ ആണെങ്കിലും മനസ്സ് മുഴുവൻ സ്റ്റേഷനിലാണ്. കുറേയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എന്തായാലും ഒരു കുളിർ മഴ പോലെ പ്രണയത്തിൻ്റെയൊക്കെ ആർദ്രത നമ്മിലേക്ക് ഇങ്ങനെ വരച്ച് ചേർത്തുകൊണ്ട് വീരാൻകുട്ടി മാഷിൻ്റെ കുറേ കവിതകൾ നമ്മൾ കേട്ടു. സൂപ്പർ അല്ലേ? ഏത് പ്രണയിക്കാത്തവരൊന്ന് പ്രണയിക്കാനൊക്കെ തോന്നും ആ കവിത കേട്ടാൽ. അപ്പം ഞാൻ ഈ ഒട്ടും പ്രിപ്പയർഡായിട്ട് വന്ന ആളല്ല ഞാൻ. ഇന്ന് മൊത്തം തലയിൽ 100,000 കാര്യങ്ങളായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങളൊന്ന് കാണുക, 1-2 കവിതയൊക്കെ പറഞ്ഞ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വീരാൻകുട്ടി മാഷ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, കവിത നമ്മെ വല്ലാതെ അങ്ങ് പരുവപ്പെടുത്തും, നമ്മളെ അങ്ങ് സംസ്കരിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ കവിതയെ സമീപിക്കുന്നത്, കവിതയെ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ കുട്ടികളോട് പറയുന്നൊരു എൻ്റെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങളോടും പറയാമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് എനിക്ക് കവിത എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ലാത്തി കണ്ടിട്ടില്ലേ? ഇപ്പോഴത്തെ പോലത്തെ ഈ ഫൈബറിൻ്റെ ലാത്തിയല്ല. ലാത്തിയുടെ ഒരു മുത്തച്ഛനും അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ പറയുന്നത് മുളവടിയായിരുന്നു. കണ്ടിട്ടില്ലേ? മുളവടിയാണ്. 32 ഇഞ്ച് നീളമാണ് അത്. ഇപ്പോഴൊക്കെ നീളം കൂടിയ ലാത്തിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ പറയുമ്പം നമ്മുടെ പോലീസിൻ്റെ സംഭവങ്ങളോട് പറയണമല്ലോ. അപ്പോൾ 32 ഇഞ്ച് നീളമാണ് അതിന്. അപ്പോൾ അതിൽ 10 ഇഞ്ച് മാറി ഒരു തുളയിടണം. ആ തുളയിലൊരു ചരട് കെട്ടണം. ആ ചരട് ഞങ്ങൾ കയ്യിൽ കോർത്ത് പിടിച്ചിട്ടാണ് ഈ ലാത്തി കയ്യിൽ പിടിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ പ്രയോഗം. മനസ്സിലായോ? അപ്പോൾ ഇതൊരു മുളവടിയാണ്, മുളങ്കമ്പാണ്. ഇതിൽ 6 തുളയിട്ടാലോ? ഈ മുളങ്കമ്പിൽ 6 തുളയിട്ടാലോ? അതൊരു സംഗീതം പൊഴിക്കുന്ന പുല്ലാങ്കുഴലായി മാറും. ആലങ്കാരികമായിട്ട് അങ്ങനെ പറയാൻ കാരണം, ആളുകളെ മർദ്ദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മുളങ്കമ്പിൽ 6 തുളയിട്ടാൽ അത് പുല്ലാങ്കുഴലാകുമെങ്കിൽ ലാത്തിയിൽ ഈ 6 തുളയിടാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്നത് കവിതയാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് കവിതയെ സമീപിക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പരാതി പറയാനാണ്. ഈ വരുന്ന പരാതികൾ ഓരോരുത്തരുടെ സങ്കടങ്ങളാണ്. ആ സങ്കടങ്ങളെ കേൾക്കാൻ എന്നെ ഉപയുക്തമാക്കുന്നത് കവിതയാണ്. അങ്ങനെയൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള കവിത എന്ന് പറയുന്നത്. അപ്പം വീരാൻകുട്ടി മാഷോ അല്ലെങ്കിൽ സീന ടീച്ചറോ അല്ലെങ്കിൽ സെലീനയൊക്കെ അവർ അധ്യാപകരാണ്. അവർ നല്ലത് മാത്രം കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. പക്ഷെ ഞാൻ കാണുന്നത് ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിൽ അകപ്പെടുന്നവരെ, അല്ലെങ്കിൽ മോഷ്ടാക്കളെ, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്നവരെ, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള സങ്കടങ്ങളെയും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അതാണ് ഞാൻ ഇരിക്കുന്ന ഇടം എന്ന പോലീസ് സ്റ്റേഷൻ്റെ പ്രത്യേകത. അപ്പോൾ കൂടുതലായി ഞാനൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കും തിരക്കുണ്ട്, നിങ്ങൾക്കും തിരക്കുണ്ട്. ഇപ്പോൾ 1-2 കവിതകൾ പറയാം. ഇപ്പോൾ കവിത എന്താണ് എന്നാൽ ഞാൻ കുട്ടികളോട് പറയാനുള്ളത് ഇങ്ങനെയാണ്. ഭൂമി എന്ന് പറയുന്നത് എന്താണ്?
ഒരു ഗോളമാണ് അല്ലേ? ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളമാണ്. അത് ഭൂമിശാസ്ത്രമാണ്. സയൻസ് അധ്യാപകരോ എല്ലാവർക്കും അറിയാം. ഭൂമി അമ്മയാണെന്ന് പറഞ്ഞാലോ, അമ്മയാണെന്ന് പറഞ്ഞാലോ, അതാണ് കവിത. ആ ഒരു അപ്രോച്ചല്ലേ, ആ ഒരു സമീപനം ഓരോ വസ്തുക്കളോടും ഓരോ വിഷയങ്ങളോടും നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിൽ നിന്ന് കവിത കിനിഞ്ഞു വരാൻ. അതുകൊണ്ട് ഒന്ന് രണ്ട് കവിതകളാണ് പറയുന്നത്. ഒരു പ്രണയകവിത വീരാൻകുട്ടി മാഷ് പറഞ്ഞ് അതിൻ്റെ മേലേക്ക് എന്തായാലും ഈ കവിത വരാൻ സാധ്യതയില്ല. എന്നാലും ഒരു കവിത പറയാം. അപ്പൂപ്പൻ താടി എന്നൊരു കവിത. നീ ചിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് അപ്പൂപ്പൻ താടിയുടെ കനം. നീ ചിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് അപ്പൂപ്പൻ താടിയുടെ കനം. അത് നിന്നിലേക്ക് പറന്നു വരുന്നത് കൊടുങ്കാറ്റുകളോട് യുദ്ധം ചെയ്താണെന്ന് നീ അറിയുക. അത് നിന്നിലേക്ക് പറന്നു വരുന്നത് കൊടുങ്കാറ്റുകളോട് യുദ്ധം ചെയ്താണെന്ന് നീ അറിയുക. എന്തൊക്കെ മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എല്ലാ പരാജയപ്പെട്ട പ്രണയങ്ങൾക്കും സമർപ്പിക്കുന്ന ഒരു കവിത. കവിതയുടെ പേര് ചുട്ട പപ്പടം എന്നാണ്. ചുട്ട പപ്പടം. ചുട്ട പപ്പടം കാറ്റത്ത് വെച്ചു, കഞ്ഞിക്കലത്തിൽ വറ്റിന് മുങ്ങി, പൊങ്ങി നിവർന്നപ്പോൾ ചുട്ട പപ്പടം പറന്നു പോയിരുന്നു. നാളേറെ ചെന്നു, കണ്ണീരു തോർന്നു, നിരത്തുകൾ നീണ്ടു, ഞാൻ പിന്നീട് കണ്ടു, എൻ്റെ നെഞ്ചിലെ ചൂടിൽ ഞാൻ ചുട്ട പപ്പടം വേറൊരുത്തൻ്റെ ബിരിയാണി പാത്രത്തിലിരിക്കുന്നു എന്ന ഒരു കവിത. അപ്പോൾ ഈ കവിത പെട്ടെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി പെങ്ങൾ എന്നൊരു കവിത. പെങ്ങൾ കരഞ്ഞൊരു പുഴയുണ്ടായി. പെങ്ങൾ കരഞ്ഞാൽ പുഴയുണ്ടാവോ? ചില പെങ്ങന്മാർ കരഞ്ഞാൽ കടൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പെങ്ങന്മാരെ കരയിക്കരുത്. പെങ്ങൾ കരഞ്ഞൊരു പുഴയുണ്ടായി. പെങ്ങളെ കെട്ടിയോൻ നാടുനീളെ പെണ്ണ് കെട്ടി, തെവിടിശിപ്പുരയിലുറങ്ങി കള്ള് കുടിച്ച് പുഴയിൽ മുങ്ങിച്ചത്തു. പെങ്ങളെ കുട്ടികൾ ആകാശത്ത് പെരുമീനായും പുഴയിൽ പരൽമീനായും നീന്തിക്കളിച്ചു. ഇശാ കഴിഞ്ഞു, പൂക്കളും സൂര്യനും കൊഴിഞ്ഞു. രണ്ട് മീസാങ്കല്ലുകൾക്ക് നടുവിൽ രണ്ടറ്റവും ചുരുട്ടിക്കെട്ടിയ ഒരു വലിയ എക്ലയർ മിഠായി പോലെ പെങ്ങൾ കിടന്നു. പുഴ വറ്റി, ആകാശവും പരൽമീനും പെരുമീനും ചത്തു മലച്ചു എന്നൊരു കവിത. ഈ കവിത ഇതൊരു മറ്റൊരു തരത്തിലുള്ള കവിതയാണ്. എൻ്റെ നാട്ടിലൊക്കെ സംസാരിക്കുന്നത്, ഈ നാട്ടിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. നാലാം കെട്ടിയോൾ എന്നൊരു കവിത. നാലാം കെട്ടിയോൾ. മൂന്നെണ്ണത്തിന് സ്കൂളിൽ പറഞ്ഞയച്ച് കീയുമ്മ മണി 10:30. അല്ലിയൊളി ഇങ്ങളെടിയ പോകുന്നതെന്ന് അങ്ങോട്ടല്ലേ ബിയാത്തു. കോടതിൻ്റെ കോനായി. മൂന്നെണ്ണത്തിന് സ്കൂളിൽ പറഞ്ഞയച്ച് കീയുമ്മ മണി 10:30. അല്ലിയുള്ളി ഇങ്ങളെടിയാ പോകുന്നത് അങ്ങട്ടല്ലേ ബിയാത്തും. കുടുംബ കോടതിയിൽ കേസുണ്ടെന്ന് ഞാൻ. ഇളയോൻ ഒക്കത്തെടുത്ത് ഓപാലത്തുമിലെത്തിയ നിറച്ചും കുണ്ടന്മാറ നോട്ടവും കുഞ്ഞൻ്റെ അയ്യം വിളിയും അനക്കെന്തല്ലോ ആയൂട്ട്. കോടതീൻ്റെ കോനായി പർദ്ദ ഇട്ടോലെ കൊണ്ട് കറുത്തക്ക്. മക്കളെ ഉപ്പ എന്നെ കണ്ടിട്ടും കണ്ട വാറാക്കിയില്ല. കേസ് ഇപ്പം വിളിക്കുന്നു പേരിച്ച് നിന്ന് കാലിൻ്റെ സ്കൂള് പൂട്ടി. ഒരു യാന കേസ് വിളിച്ച് മജിസ്ട്രേറ്റ് ചോദിച്ച് എനിക്കെന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞ് എൻ്റെ മക്കൾക്ക് ഉപ്പാനമാണെന്ന്. ഓലോട് ചോദിച്ചൊരു ഓല് പറഞ്ഞ് ഓലിക്ക് മാണ്ടാന്ന്. ഞാനെന്താക്കുവാനാ? ആട് നീടുന്നും പെരുന്നൊലിക്കൊന്നും കെട്ടിക്കണ്ടെന്ന് കാതിർ മാഷ് എത്തിര പറഞ്ഞതാ. ആരോട് പറയാനാ? ആട് നീടുന്നും പെരുന്നൊലിക്കൊന്നും കെട്ടിക്കണ്ടെന്ന് കാതിർ മാഷ് എത്തിര പറഞ്ഞതാ. ഓലിക്ക് 3 എടുത്താറ്റം പെണ്ണുങ്ങളുണ്ടോലോ. അന്നേരം ഞാനും പേരിച്ച് ഓലിക്ക് മാണ്ടെങ്കിൽ മാണ്ട. മരിച്ചിക്കിന്ന് കണക്കാക്കി കുഞ്ഞനെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു. പയ്യനെ കെട്ടണം, പുല്ലരിയണം, തിരുമ്പണം, കുഞ്ഞനെ കുളിപ്പിക്കണം, എന്തെല്ലാം പണിയാ. ഇന്നത്തിരിയാ തീയതി? കലണ്ടർ നോക്കി, റജബ് 13. അടുത്ത കൊല്ലം ഈ ദിവസമാകുമ്പോൾ മൊയിലിയാറെ വിളിച്ച് ഓൻ്റെ ആണ്ട് കഴിക്കണം എന്ന ഒരു കവിത. ഓൻ്റെ എന്ന് വെച്ചാൽ കെട്ടിയോൻ്റെ. ഇനിയൊരു പോലീസ് കവിത. 3-ാം മുറ എന്ന് കേട്ടില്ലേ?
പുതിയ ജനറേഷൻ കേട്ടിട്ടുണ്ടാവില്ല. 3-ാം മുറ ഇപ്പോഴൊന്നുമില്ല, മുമ്പ് ഒക്കെ ഉണ്ടായിരുന്ന സംഗതിയാണ്. ഈ മുമ്പ് പോലീസുകാർ കൊണ്ടുപോയിട്ട് ആളുകളെ ചോദ്യം ചെയ്യും. അതിനൊരു പ്രത്യേകതയുണ്ട്, വാക്കുകൾ വളരെ കുറവായിരിക്കും. അപ്പം മുമ്പ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന് വിധേയനായ ഒരാൾ അയാളുടെ ഒരു സുഹൃത്തിനോട് പോയിട്ട് പറയുന്നതാണ് ഈ കവിതയുടെ സന്ദർഭം. അതിങ്ങനെ പറയുന്നത്: 1-ാമത്തെ മുറയും 2-ാമത്തെ മുറയും എന്തായിരുന്നു എന്ന് 3-ാമത്തെ മുറയിലാണ് അറിഞ്ഞത്. മുറകൾ ഏതു തന്നെയായാലും നെല്ലും പതിരും വെവ്വേറെ കിട്ടണം. 1-ാമത്തെ മുറയിൽ വലിയ കാര്യമില്ല, ശബ്ദതാരാവലി വായിച്ചു കേൾപ്പിക്കും, വാക്കുകൾ നൃത്തം ചെയ്യുന്നത് നമുക്കങ്ങനെ കാണാം. ആഹഹ, എന്തൊരു വാക്ചന്തം. 2-ാമത്തെ മുറയിലെ 2-ാമത്തെ പകുതിയിൽ കുടിച്ച മുലപ്പാലിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. എന്തു മധുരമായിരിക്കും! വായിൽ വെള്ളമൂറുമ്പോൾ തൊട്ടുകൂട്ടാനുള്ള കാന്താരി കണ്ണിലെ കടൽ വെള്ളത്തിൽ പൊട്ടിച്ച് കഴുകിയെടുക്കണം. 3-ാമത്തെ മുറയിലെ രസം, സങ്കല്പങ്ങളുടെ കാലുകൾ അഴിച്ചു മാറ്റിയ ചാരു കസേരയിലെ ചാരി ഇരുത്തം, കടുപ്പത്തിലൊരു ചായ, 4 ടിൻറ്റുമോൻ കഥ, സുഖിച്ച് ചിരിച്ച് ഗാന്ധിജിയെ കൊന്നത് ഞാനാണെന്ന് വരെ പറഞ്ഞു പോകും എന്ന ഒരു കവിത. ഇനി ഒരു തേപ്പ് കവിത. പ്രൊമോഷൻ. 9ലേക്ക് പോയപ്പോൾ 8-ൽ അവൾ ഒറ്റയ്ക്കായി. 9ലേക്ക് പോയപ്പോൾ 8-ൽ അവൾ ഒറ്റയ്ക്കായി. വരട്ടെ എന്ന് വിചാരിച്ച് 9-ൽ തന്നെ ഇരുന്നു. 9ലേക്ക് ഓടിയെത്തി അവൾ നന്നായി കിതച്ചിരുന്നു. ഇറുത്തെടുത്ത കിതപ്പിനെ 9-ൽ നിർത്തി 10ലേക്ക് ഒരുമിച്ചു പോയി. ഇറുത്തെടുത്ത കിതപ്പിനെ 9-ൽ നിർത്തി 10ലേക്ക് ഒരുമിച്ചു പോയി. ഇറുത്തുമാറ്റിയ കിതപ്പെല്ലാം മറന്ന് 10 കഴിഞ്ഞ് അവൾ പോയി. 10-30 കൊല്ലമായി ഞാനിപ്പോഴും 10-ൽ തന്നെ എന്ന ഒരു കവിത. അപ്പം നമുക്ക് നിർത്താം. ഒരു കവിത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അക്വേറിയം അറിയാലോ അല്ലേ? അക്വേറിയം എന്നൊരു കവിത. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കും, സംശയമില്ല തുറക്കും. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നാൽ നഗരത്തിൽ അക്വേറിയങ്ങൾ ചലിക്കും. സെൻറ് മേരീസ്, ഡെസേർട്ട് ബ്ലൂംസ്, വാദി ഹുദ, ശ്രീശങ്കര എന്നിങ്ങനെ അക്വേറിയങ്ങൾ നിരവധി. രാവിലത്തെ ട്യൂഷൻ്റെ പെരുപ്പിൽ മുനിഞ്ഞു നിൽക്കുന്ന മീൻകുഞ്ഞുങ്ങളെ അമ്മമാർ അക്വേറിയത്തിൽ പിടിച്ചിടും. അക്വേറിയങ്ങൾ ജൂൺ മഴയിലൂടെ ഒഴുകി ക്ലാസ്സിൻ്റെ ഡോർ ഫ്രെയിമിൽ ബ്രേക്കിടും. മീൻകുഞ്ഞുങ്ങൾ ക്ലാസ്സിലേക്ക് ഒഴുകും. വൈകിട്ട് അക്വേറിയത്തിലേക്ക് തിരിച്ചും. വീട്ടിൽ 5-6 പൂച്ചകൾ കാത്തിരിപ്പുണ്ട് മീൻകുഞ്ഞുങ്ങളെ വിഴുങ്ങാൻ. ഡാൻസ് പൂച്ച, കണക്ക് പൂച്ച, ഇംഗ്ലീഷ് പൂച്ച എന്നിങ്ങനെ. സുഹൃത്തെ, ഇനി കഥ പറയുമ്പോൾ 7 ആകാശങ്ങളെക്കുറിച്ച് പറയരുത്. ഒരാകാശത്തിന് തന്നെ കുഞ്ഞുങ്ങളെ കാണാൻ കിട്ടുന്നില്ല, പിന്നെയാണോ നിൻ്റെ 7 ആകാശം എന്ന ഒരു കവിത പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാതെ ഇരുന്നത് ഇത് ഒരു കാവ്യ സദസ്സായതിനാലാണ്. കൂടുതൽ കവിത ചൊല്ലുവാനുണ്ടായ കാരണം. ഏതായാലും ഞാൻ ഈ എടച്ചേരിയിലുണ്ട്. എന്നെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങോട്ട് വരാം. എല്ലാവരെയും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.